ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് നീർദോശ ഉണ്ടാക്കാറുണ്ട്, അവൽ ദോശ, ഒറോട്ടി ഇതൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. കാരണം എന്തെന്ന് വെച്ചാൽ മോള് മറ്റേ സാധാ ദോശയും ഇഡലിയൊന്നും കഴിക്കില്ലേ. അതാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. അപ്പോൾ എന്നും പുട്ട്, അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാറുണ്ട്. പിന്നെ ഇതിനൊപ്പം കഴിക്കാനായിട്ട് ഞാൻ കട്ടച്ചമ്മന്തിയാണ് ഉണ്ടാക്കാറുള്ളത്. അതിൻ്റെ കൂടെ ചായയോ കട്ടനോ എന്തെങ്കിലും ഇടാറുണ്ട്. അപ്പോൾ അതും കൂടെയാണ് കഴിക്കാറുള്ളത്. ഈ കാസ്ട്രോളിൽ നമ്മൾ ചൂടുവെള്ളം ഇട്ടൊന്ന് കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എത്ര നേരം വേണമെങ്കിലും നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഏതോ ഒരു വീഡിയോയിൽ ഇത് ഇട്ടിരുന്നു, ഈ കാസ്ട്രോളിൻ്റെ ഇട്ടിരുന്നു കേട്ടോ. നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഞാൻ കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ലഞ്ച് ഇന്ന് ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഇന്ന് പുറത്തുനിന്ന് വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. അപ്പോൾ ഉച്ചയായപ്പോൾ പിന്നെ അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, മറ്റു വിശേഷങ്ങളൊന്നുമില്ല. അപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.